ഗായ്സ് നമ്മളിന്ന് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. ഇന്ന് സമയം ഇപ്പോൾ 8:30 ആവാനായി. 8:30 കഴിഞ്ഞു തോന്നുന്നു. ഇന്ന് നമ്മൾ ഈ പെട്ടി നമ്മളിന്ന് ഈ റൂം വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഈ പെട്ടി ഹൈക്കാട് റൂം കൊണ്ടുവച്ചിട്ട് ഒരു ബാഗും കൊണ്ടാണ് നമ്മൾ ചിറാപ്പുഞ്ചി പോണത്. ഇന്ന് അവിടെയാണ് നമ്മുടെ സ്റ്റേ. അപ്പോൾ നമുക്ക് ഈ പെട്ടി കൊണ്ടുവയ്ക്കാൻ പോവാം. യോ നമ്മൾ ആർമി ക്വാർട്ടേഴ്സിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഇവൻ ഈ ബാഗ് കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. ഞാനും പോവാണ്. അത് ഷിലോങ്ങാണ്. ഷിലോങ്ങിൻ്റെ ഫുൾ വ്യൂ ആണ്. ഓക്കെ, അവൻ്റെ പിന്നാലെ നമുക്കും പോവാം. ആ ഇക്ക ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവും. 8:30 പോകുമെന്ന് പറഞ്ഞായിരുന്നു. അവിടെ ഇത്രയും കുട്ടികളുണ്ട്. അവരുടെ അടുത്ത് നമുക്ക് ആ ബാഗ് കൊണ്ടുകൊടുത്തിട്ട് വരാം. വ്യൂ കാണാം. ഒരു മല മൊത്തം ബിൽഡിങ്. ഇതാണ് ഷിലോങ്. നമ്മൾ അവിടെ പാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് കുറച്ച് കണ്ടായിരുന്നു. ഇവിടെ ക്വാർട്ടേഴ്സൊക്കെ കൊള്ളാം കേട്ടോ. നല്ല സൗകര്യമുള്ള റൂമുകളാണ്. ഫാമിലിയായിട്ട് വന്ന് നിൽക്കാം. നമുക്കല്ല, അവർക്ക്. ഈ മഞ്ഞപ്പൂവുള്ളതാണ് നമ്മുടെ കടുക്. അങ്ങനെ നമ്മൾ ഇന്നത്തേക്ക് റൂം വെക്കേറ്റ് ചെയ്യാണ്. നാളെ വൈകിട്ട് വീണ്ടും വരും. അങ്ങനെ ഒരു ബാഗും കൊണ്ട് ഞാൻ പോവാണ്. അവൻ ബാഗൊന്നും പിടിക്കാതെ എന്നെക്കൊണ്ട് ഈ വെയിറ്റുള്ള ബാഗ് പിടിപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. വെയിറ്റുള്ള ബാഗൊന്ന് ഞാൻ പൊക്കട്ടെ. ഓക്കെ, പൊക്കി കാണിക്കേ. ഇതാണ് വെയിറ്റുള്ള ബാഗ്. അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങിയായിരുന്നു. 61 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഡബിൾ ഡക്കർ ലിവിങ് റൂട്ട് ബ്രിഡ്ജിലോട്ട്, അതായത് ചിറാപ്പുഞ്ചിയിലാണ് അതുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഇവിടെ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഇവിടെ സ്വീറ്റ്സൊക്കെ ഇരിക്കുന്നുണ്ട്. 10 രൂപ 15 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. നമ്മുടെ പൂരി ബാജി അല്ലേ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ആലു പറാട്ട കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കോഫി ഇല്ല, അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടീ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കിയ ടേസ്റ്റ് ഉണ്ടോന്ന്. ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, എങ്കിൽ ഞാൻ കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് പറയൂ. നല്ല സാധനമാണല്ലേ. ഓക്കെ, ഇനി ഞാനും കഴിക്കട്ടെ കേട്ടോ. ആലു പറാട്ട കൂടി വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ആ പൂരി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. അത് സൂപ്പർ സാധനമാണെന്നാണ് പറയുന്നത്. നമ്മളത് കഴിക്കട്ടെ. ഞാൻ കണ്ടു. ഒരു ലോക്കൽ മനുഷ്യൻ, പോലീസൊന്നും അല്ല എന്തായാലും. അങ്ങേരുടെ ഒപ്പം ഒരു കുട്ടി കൂടി ഉണ്ട്. ആ തോക്കിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ കാഴ്ച കണ്ടു. എന്താ ഇവർക്കൊന്ന് സ്കൂളിലേന്ന് അപ്പോഴാണ് ഓർമ്മ വന്നത്. ഇവർക്കിപ്പോൾ വെക്കേഷനാണ്, വിൻ്റർ വെക്കേഷൻ. 17th റീ ഓപ്പൺ ചെയ്യുന്നുള്ളൂ.
ഓർമ്മ വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ദുവയ്ക്ക് സ്കൂൾ റീഓപ്പൺ ആവുന്നത് 17th അപ്പം അതുപോലെ എനിക്ക് ഇവിടെയുള്ള പിള്ളേർക്കൊക്കെ അതുകൊണ്ട് എല്ലാ വീട്ടിലും കുറേ പിള്ളേരുണ്ട്, അവരൊക്കെ പുറത്തിറങ്ങി നടക്കുകയായിരുന്നു. ഇനി പിള്ളേരെ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ റോഡ് നോക്കി, അടിപൊളി റോഡാണ്. ഡ്രൈ ആയിട്ട് പോലും ഇന്നലെ വന്ന റോഡിനേക്കാൾ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഏകദേശം 20 കിലോമീറ്ററാണ്, 26 കിലോമീറ്റർ കൂടിയുണ്ട്. നമ്മൾ നേരെ പോയിട്ട് ചെക്കിങ് ചെയ്യും. അതിനുശേഷം നമ്മൾ കറങ്ങാൻ ഇറങ്ങും. ഓക്കെ, നല്ല ഭംഗിയില്ലേ കാണാൻ. റോഡൊക്കെ ഇത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ കേട്ടോ. നമ്മളൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. മൗഡോക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ കുറെ കണ്ടുകൊണ്ട് അങ്ങനെ ഇറങ്ങാനും തോന്നുന്നില്ല. അതൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ നിർത്താം. നമുക്കൊന്ന് നോക്കി നോക്കാം. കൊക്കയാണ് നമ്മളെ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇത് നമ്മൾ ഈ വാഗമണിക്കൊക്കെ പോണ വഴിക്കുന്ന ഒരു സ്ഥലം കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ ഉണ്ട്. ഓക്കെ, ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ വന്ന് നിർത്തി കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, പോവാം. അങ്ങനെ നമ്മൾ എത്താനായിട്ടുണ്ട്. ഇനി 9 കിലോമീറ്റർ കൂടി ഉള്ളൂ. നമ്മളൊരു വില്ലേജിൽ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഗാർഡൻ ഓഫ് കേവ്സ് എഴുതിയിട്ടുണ്ട്. 5 കിലോമീറ്റർ ആണുള്ളത്. ഓക്കെ, ഇതാണ് റൂട്ട്. പോയി നോക്കണോ? പോകണ്ടല്ലോ, ഇപ്പോൾ വേണ്ട. നമുക്ക് ആദ്യം റൂമിൽ പോയിട്ട് ബാക്കിയൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇവിടെ ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട്. നമ്മളൊരെണ്ണം ഓൺലൈനിൽ നോക്കിയിട്ടുണ്ട്, വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഹമ്പുണ്ട്. നമ്മൾ ആ റൂട്ടിൽ നിന്ന് കയറി ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്. നമുക്ക് പോയി നോക്കാം മറ്റെന്തെങ്കിലും ഉണ്ടോന്ന്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലായിടത്തും ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം കേട്ടോ. നമ്മളാ ഉൾവഴി കൂടെ അകത്തോട്ട് പോവാണ്. അതിൻ്റെ കുറേ ഹോം സ്റ്റേസ് ഉണ്ട്. ഇതൊരു അടിപൊളി റിസോർട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ 6000 ഒക്കെയാണ് റെൻറ്റ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളത് വേണ്ടാന്ന് വയ്ക്കുന്നു. ചുമ്മാ ഈ വഴി വന്നപ്പോൾ കണ്ടപ്പോൾ ഒന്ന് കാണാൻ കയറാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ ഹോം സ്റ്റേയിൽ റൂം എടുത്തിരിക്കുകയാണ്. അവർ 2800 പറഞ്ഞു, നമ്മൾ 1500-ന് ഈ റൂം എടുത്തു. അകത്ത് അടിപൊളിയാണ്, കാണുമ്പോൾ ചെറുതാണെങ്കിലും നല്ല ക്ലീനാണ് കേട്ടോ. നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. ഞങ്ങൾ ബാഗ് അകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല ക്ലീനായിട്ടോ അവർ ഈ ചെറിയ റൂം കൊണ്ട് നടക്കുന്നത്. ഓക്കെ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിപ്പോൾ നമ്മൾ ഹെൽമെറ്റ് കൊടുന്ന് വെച്ചു, ബാഗ് കൊടുന്ന് വെച്ചു. അതിനകത്ത് ബാത്റൂം നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ ഈ റൂമിൽ നിന്ന് ഇറങ്ങാണ്. ജാക്കറ്റ് ഇപ്പം ആവശ്യമില്ല, ഇപ്പോൾ തണുപ്പുണ്ട്, പക്ഷെ എന്നാലും പുറത്ത് ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ജാക്കറ്റ് രണ്ടും വണ്ടിയുടെ ഡിക്കിലിടാം. തിരിച്ചു വരുമ്പോഴേക്കും തണുപ്പായിരിക്കും. നമ്മൾ രാത്രി ഇവിടെ വന്ന് കയറുള്ളൂ. വിജനമായ സ്ഥലമാണ്, പക്ഷേ തൊട്ട് താഴേക്ക് റിസോർട്ട്സ് ഉണ്ട്. ഓക്കേ, നമ്മൾ ഡബിൾ ഡക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 45 മിനിറ്റ് കൂടി പോകാനുണ്ട്. 15 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നല്ല റോഡ് അത്ര നല്ലതല്ല. നമ്മൾ ഇതുവരെ വന്ന റോഡിൻ്റെ അത്ര പോലെ ടാർ ചെയ്ത റോഡൊന്നുമല്ല, പക്ഷെ നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാലങ്ങളുണ്ട്. ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ് അധികം വെള്ളമില്ലാത്തത്. നമുക്കത് കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഈ പാലം കയറേണ്ടി വരും. ഓക്കെ, നമ്മൾ പാലം കയറാൻ പോവാണ്. കല്ലും മുള്ളും നിറഞ്ഞ റോഡിലൂടെ പോവാണ്. ഇന്നലെയാണ് ഇങ്ങനത്തെ റോഡ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ടാണ്. ഇതെനിക്ക് തോന്നുന്നു നമ്മൾ റിസോർട്ടിൽ നിന്ന് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ടപ്പോൾ എളുപ്പവഴി കാണിച്ചു തന്നാ തോന്നുന്നു. അല്ലെങ്കിൽ നല്ല റോഡ് ഉണ്ടായിരിക്കും. ഇവിടെ റോഡ് പണി നടക്കാണ്. റോഡ് നടക്കാൻ പറഞ്ഞു. നമ്മളോടല്ല, എന്നോട്. അത് വണ്ടിയൊന്നും പോകും, ഞാൻ പിന്നാലെ നടക്കും. അപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ആ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ വഴി ഇട്ടുകൊണ്ടാണ് നമുക്ക് ഗതി വന്നത്. നമുക്കല്ല, എനിക്ക്. അധികം ദൂരമില്ലാത്തതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അവൻ വണ്ടി ഓടിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെത്തി. നല്ലൊരു ഗ്രാമം. എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 2 dogs are there. അയ്യോ, രക്ഷപ്പെട്ടു. നമ്മൾ ഈ റൂട്ടിൽ കൂടെ കുറേ നേരമായി പോകാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു വണ്ടി പോലും ഈ റോട്ടിൽ നമ്മൾ കണ്ടില്ല. ഇങ്ങോട്ടും പാസ് ചെയ്യുന്നില്ല, അങ്ങോട്ടും പോകുന്നില്ല.
ലൊക്കേഷൻ നോക്കിയപ്പോൾ ലിവിങ് റൂട്ട് ബ്രിഡ്ജിലോട്ടാണ്. വണ്ടി കിടക്കുന്നുണ്ട്, വണ്ടി ഓടുന്നില്ല. ഏതൊക്കെയോ കാട്ടുവഴി താണ്ടി കാട്ടുവഴിയിൽ എത്തിയിട്ടുണ്ട്. 2 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് വെച്ചൊന്ന് വഴി തെറ്റിയായിരുന്നു. ബാക്കിലൊരു കാർ കണ്ടോ, അവരും ഇതുപോലെ, ഇതിലൊരു പയ്യനാണ്, അവന് ഇതുപോലെ വഴി തെറ്റി നമ്മുടെ പിന്നാലെ വരുന്നതാണ്. ഇവിടെ സ്റ്റിക്ക് വെക്കാൻ വേണ്ടി പിള്ളേർ നടക്കുന്നുണ്ട്. ഇവിടെ കുറേ പിള്ളേർ ഇങ്ങനെ സ്റ്റിക്ക് വിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നടക്കാൻ സ്റ്റിക്ക് ആവശ്യമാണ്. ഞങ്ങൾ അങ്ങനെ 50 രൂപയ്ക്ക് ഒരെണ്ണം 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ട്രക്ക് ചെയ്യാൻ പോവാണ്. ഒരു ചൂലുണ്ടാക്കുന്നുണ്ട്. ഞാനൊരു ലേസ് വാങ്ങി. ഹലോ, അങ്ങനെ നമ്മൾ ട്രക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ കുറേ ഗൈഡുമാരുണ്ടായിരുന്നു. അവർ നമ്മളോട് 1300 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗൈഡിനെ എടുത്തില്ല. നമ്മുടെ ബാക്കിൽ ഒരു ആസാമി കാറ് കണ്ടില്ലേ, അത് ആസാമി ആയിരുന്നില്ല, മലയാളി ആയിരുന്നു. അപ്പോൾ നമ്മൾ 3 പേരും കൂടി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ബായ്. വഴി നമ്മൾ കുറേ സ്റ്റെപ്പ് ഇറങ്ങി വന്നു. എത്രയോ 3200 സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാട്ടോ നമ്മളിവിടെ എത്തിയത്. നമുക്ക് ഒരു വ്യൂ പോയിന്റ് ആണത്. ഓക്കെ, അങ്ങോട്ട് പോകണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോണില്ല, ഞാൻ വീണ്ടും ഇറങ്ങാം. എന്താ ഇങ്ങനെ നോക്കണം? നല്ല ഡിഫിക്കൽട്ടിയാണ് തോന്നുന്നത്. ശരിയാണ്, അത്യാവശ്യം കുറേ നടക്കാനുണ്ട്. കണ്ടോ ഗായ്സ്, നമ്മൾ കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. അയ്യോ, വയ്യാതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ തോറ്റു പിന്മാറാൻ തയ്യാറല്ല. വാ വാ, തിരിക്കാൻ പറ്റുന്നില്ല ഫോൺ ഗൈസ്. ഇതാ ഇങ്ങനെ മുകളിൽ നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇപ്പോൾ 1000 സ്റ്റെപ്പ് ഇറങ്ങിയെന്ന് വിചാരിക്കുന്നു. ഇനിയും 2000 സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്. ഓക്കെ, ക്ഷീണിച്ച് നമ്മൾ എത്തിയിട്ടുണ്ട്. 1 hour കൊണ്ട് നമ്മൾ നടന്നെത്തി. ഇനി തിരിച്ച് നടക്കണം. ഇവിടെ ഇരുട്ടാവണതിന് മുമ്പ് നമുക്ക് തിരിച്ചെത്തണം. എന്തെങ്കിലും പറയാനുണ്ട്? ഇരുട്ടാവണതിന് മുമ്പ് തിരിച്ചെത്തണം. കാവ്യ ക്ഷണിച്ചു, ഞാൻ അങ്ങനെ തിരിച്ച് കയറ്റുന്നറിയില്ല. ഞാൻ ക്ഷണിച്ചിട്ടില്ല, വളരെ ആരോഗ്യവതിയാണ്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 50 രൂപ. ഓക്കെ, നമ്മൾ പോവാണ്. നമ്മൾ കാത്തിരുന്ന് കാണാൻ ആഗ്രഹിച്ച ഡബിൾ ഡെക്കർ ലിവിങ് റൂട്ട് ബ്രിഡ്ജ്. താഴെ കുറച്ച് വെള്ളമുണ്ട്. ഇതാണ് ആ ബ്രിഡ്ജ്. ഈ മരത്തിന്റെ റൂട്ട് കൊണ്ട് ഉണ്ടാക്കിയ ബ്രിഡ്ജ്. ഉണ്ടാക്കിയതല്ല. ഓക്കെ, നമുക്ക് ആദ്യം താഴെ പോയിട്ട് കാണിച്ചു തരാം. ഇതാട്ടോ, നല്ല രസമുണ്ട് കാണാൻ ഈ ബ്രിഡ്ജ്. ഇത് നിറച്ച് മീനാണേ. കണ്ടോ, ബ്രിഡ്ജ് അടിപൊളിയാണ്. അങ്ങനെ സാഹസമായ നടത്തത്തിന് ശേഷം നമ്മൾ എത്തിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, വേഗം തിരിച്ചു പോകണം. ടെൻഷൻ. ഇരുട്ടാവും. ഇരുട്ടായ പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല. നമ്മൾ ഈ റൂട്ട് ബ്രിഡ്ജിന് മുകളിൽ കൂടെ നടക്കുകയാണ്. താഴെ വെള്ളമാണ്. എനിക്ക് ഫോണിൽ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, ഞാൻ നിർത്തുകയാണ്. നമ്മൾ നടന്നിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ റൂമിനടുത്തുള്ള ഹോട്ടലാണ്. സമയം 7:30 ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് ട്രക്ക് ചെയ്ത് കയറുന്നതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അത്രയും ടയേർഡായിരുന്നു. എങ്ങനെയോ കയറി എത്തിയതാണ്. ഇത് നമ്മളെപ്പോലുള്ളവർക്ക് പറ്റുന്ന കാര്യമല്ല. ട്രക്കിംഗ് ഒന്നും അത് കുറച്ച് എനർജിയൊക്കെ ഉള്ളവർക്ക് പറ്റുന്നതാണ്. എന്താ പറയുള്ളത് ട്രക്കിംഗ് പറ്റിയിട്ട്? 3200 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. കഴിയുന്നത് നേരത്തെ പോവുക. രാവിലെ പോവുകയാണെങ്കിൽ നല്ലതാണ്. തിരിച്ച് കയറുമ്പോൾ ലേറ്റായാൽ ബുദ്ധിമുട്ടാവും. പിന്നെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളാണ്.
അപ്പോൾ നമുക്ക് തന്നെ പേടിയാവും പോകുമ്പോൾ. കുഴപ്പമില്ല, സേഫ് ആയിട്ടുള്ള സ്റ്റെപ്പുകളുണ്ട്, സേഫ് ആയിട്ടുള്ള തന്നെയാണ്. ഞങ്ങൾ കുറേ സമയം എടുത്തു, ഇറങ്ങുന്നതിനേക്കാളും കുറേ സമയം എടുത്തു കയറാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ 3 മണിക്കൂറോളം കയറാൻ എടുത്തിട്ടുണ്ട്. 3-3.5 മണിക്കൂർ നമ്മൾ കയറാനായിട്ട് എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിനടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികമൊന്നും ഇന്നത്തെ വ്ളോഗിൽ ഒന്നും കാണാൻ പറ്റില്ല. നമ്മളിവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫ്രൈഡ് റൈസും നൂഡിൽസും. അത് വരട്ടെ, വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മളിവിടെ നിന്ന് ഓർഡർ ചെയ്ത നൂഡിൽസും ഫ്രൈഡ് റൈസും എത്തിയിട്ടുണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കോഫി നമുക്ക് ഫ്ലാസ്കിലാണ് കൊണ്ടുവന്നത്, നല്ല കാര്യം. അത് നമുക്ക് ഫ്രൈഡ് റൈസ് കഴിച്ച് നോക്കാം. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. കുറേ വെജിറ്റബിൾസ് ആണല്ലോ കാണാനുള്ളൂ. ടേസ്റ്റ് നോക്കിയേ. ടേസ്റ്റ് ഇല്ല, കുഴപ്പമില്ലാന്നേ ഉള്ളൂ. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. നൂഡിൽസോ വെജിറ്റബിൾസ് ഒന്നും വേവാതിട്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നൂഡിൽസോ രണ്ടും ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. നമ്മളൊന്ന് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ട്രക്കിങ്ങിൽ നമ്മൾ സമയം പോയി. നമ്മൾ ഫുഡ് കഴിക്കട്ടെ.